ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു പ്രീമിയം കളക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോയപ്പോൾ. ഈ ദിവസങ്ങളെല്ലാം പാർട്ടി വെയർ ആയിട്ടുള്ള ലോ റേഞ്ചിലുള്ള കളക്ഷൻ. അപ്പോൾ ഒത്തിരി പേര് ഞാൻ കുറച്ചും കൂടെ പാർട്ടി വെയർ സ്റ്റൈലുള്ള ഹെവി ഐറ്റം വേണമെന്ന് പറഞ്ഞു. അപ്പം ഒരു ഹെവി ഐറ്റം ആണ് കാണാൻ പോവുക. അതും പൊള്ളിയായിട്ടുള്ള ഫാബ്രിക്കാണ്. ബട്ട് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ളതുണ്ടോ. ഇത് വീൽ കാണുന്നതല്ല, ഒരു 110% അടിപൊളിയാണ് ഇത് നേരിട്ട് കാണാനായിട്ട്. പുതിയ ഫാബ്രിക്കുമാണ്, അതായത് സാറ്റിനും മെസ്ലിനും കൂടെ ബ്ലെൻഡാണ് ഈ ഒരു ഫാബ്രിക്. വളരെ സ്പെഷ്യൽ ഫാബ്രിക്. 4 കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ക ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. രണ്ടില്ലേ ഇത് വരും. അടുത്തത് വന്നിട്ട് ഈ ഒരു ലെവൻഡർ, ഇതുപോലെ ഇതൊരു റിച്ച് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് വൺ, എല്ലാം 4 കണ്ട ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അത്രയും അടിപൊളിയുള്ള സെറ്റാണ്. മിസ് ചെയ്യാതെ ഇത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തുള്ളൊരു ബിസ്ക്കറ്റ് ബ്രൗണും ഇതുണ്ട്, ഒരു ക്രീം വിത്ത് ഒരു സിൽവർ ബ്ലെൻഡുമാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഭയങ്കര വെറൈറ്റിയാണ്. ഇതൊന്നും അങ്ങനെ എല്ലാ ഷോപ്പിലും ചെന്നാലൊന്നും കാണത്തില്ല. വളരെ ലിമിറ്റഡ് ആൻഡ് റെയർ ആണ്. ഇതിൽ ബോട്ടോ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് സെയിം കളറും ബോട്ടം കോൺട്രാസ്റ്റ് ടോണിലുമാണ് വന്നേക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മൾ രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലുക്ക് നോക്കി, അതായത് താഴെ ഒരു ഡബിൾ ഷെയ്ഡ് സ്റ്റൈലിലാണ് വന്നേക്കുക. അപ്പർ പോർഷൻ അത് പക്ക അത് ക്രീമോ സിൽവർ ഒന്നും അല്ല, വെറൈറ്റി ആണ്. ഈ ഷെയ്ഡ് ഫുള്ളും ഹെവി വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അടിപൊളിയാണ് ഫാബ്രിക്കും അതിൻ്റെ വർക്കൊക്കെ വളരെ ഹെവി വർക്കാണ്. അതിൻ്റെ ദാമനൊക്കെ ചെയ്തേക്കുക. പിന്നെ ദുപ്പട്ടയും ഇതുണ്ടോ, അതായത് ഇതുണ്ടോ 2 ബോർഡേഴ്സും ബേസ് കളർ ആ ഒരു കോൺട്രാസ്റ്റ് കോംബോ കൊടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ നമ്മുടെ ബേസ് ആയിട്ടുള്ള ആ ഒരു കളർ കൊടുത്തേക്കുന്നു. ജസ്റ്റ് കളേഴ്സ് നോക്കൂ, ഇതിനെക്കുറിച്ച് അധികം ഒന്നും പറയാനില്ല. അടിപൊളി സെറ്റാണ്. വിത്ത് ബോട്ടം ആൻഡ് ലൈനിങ് പ്യുവർ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടോ ലൈനിങ്ങും ചെയ്തേക്കുന്നത്. സോ അടുത്ത ഷെയ്ഡ് ഇതുണ്ട്, ഒരു ലെവൻഡറിൻ്റെയും വയലറ്റിൻ്റെ ഒരു ബ്ലെൻഡാണ് താഴെ വന്നേക്കുക. മുകൾ ഭാഗം എല്ലാത്തിലും സെയിം കളർ തന്നെയാണ്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു പ്രീമിയം കാറ്റലോഗാണ്. വളരെ ലിമിറ്റഡ് പീസസ് ആണ് ഇങ്ങനെയുള്ള സെറ്റ്സിൽ വരുന്നത്. സോ ഇതുണ്ടോ, ഇതിൻ്റെ ദുപ്പട്ട നോക്കി, ഭയങ്കര ഒരു പക്ക ഫങ്ഷൻ വെയർ ആണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. അതുണ്ടല്ലേ ദുപ്പട്ടയൊക്കെ നോക്കിക്കോളൂ. വളരെ ഹെവി ഡബിൾ ഷെയ്ഡ് സ്റ്റൈലാണ്. എൻസിൽ രണ്ടും കോൺട്രാസ്റ്റ് സെൻറ്റർ ബേസ് വിത്ത് പ്യുർ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ആൻഡ് ഇന്നർ. ഇത് ആക്ച്വലി ഗ്രീൻ ആണ്, വീഡിയോയിൽ ബ്രൗൺ ആയിട്ടാണ് വരുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞാലും ഇത് നമ്മൾ ഇതുവരെയും കാണാത്തൊരു വെറൈറ്റി സ്റ്റൈലിലുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് നോക്കിക്കൊള്ളുക, മൾട്ടി കളേർഡ് വർക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി വർക്ക് ആൻഡ് ബാക്ക് സൈഡ് ജസ്റ്റ് ഡബിൾ ഷെയ്ഡ് പാറ്റേണിൽ പ്ലെയിൻ ആയിട്ട് വരും. അതായത് നമുക്ക് പ്യൂർ സിൽക്ക് കിട്ടിയ ആ ഒരു ഫ്ലോയി സ്റ്റൈലിൽ തന്നെ കിടക്കും ഈ ഒരു ഫാബ്രിക്. അതായത് മെസ്ലിൻ്റെയും സാറ്റിൻ്റെയും ബ്ലെൻഡാണ് ഫാബ്രിക്. സോ ഇതാണ് ഓവറോൾ ലുക്ക്. അതായത് ഈ ബോട്ടത്തിലെ കളർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടായിരിക്കും വരും. ഈ ബോട്ടത്തിൻ്റെ കളറാണ് ഈ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി ഗ്രീൻ. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. സോ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡിൽ ഇതിലൊരു വയലറ്റിൻ്റെയും ലാവൻഡറിൻ്റെയും ബ്ലെൻഡ് വന്നിരിക്കുന്നു. ആണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. പക്ക ഫങ്ഷൻ വിയർ സെറ്റ്. വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കും വർക്കും ഒക്കെയാണ്. വളരെ പ്രീമിയം ലുക്കായിരിക്കും ഈ ഒരു ഡിസൈൻ. ഇതൊന്നും റീസ്റ്റോക്ക് വരില്ല, വരാൻ വളരെ ചാൻസ് കുറവാണ്. 1980 ഇതിൻ്റെ പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.